അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ്. മാർക്കറ്റ് റിസർച്ച് എന്തിന് നമ്മൾ ചെയ്യണം, ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്, മാർക്കറ്റ് റിസർച്ച് പാളി പോയി കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്, അങ്ങനെ മാർക്കറ്റ് റിസർച്ച് റോങ് ആയി പോയതിന്റെ പേരിൽ പരാജയപ്പെട്ട കുറച്ച് ബിസിനസ്സുകളുടെ സ്റ്റോറീസ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. എന്തിനാണ് നമ്മൾ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്ന ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് പരാജയങ്ങൾ കണ്ടുകൊണ്ട് തുടങ്ങാൻ തീരുമാനിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഏറ്റവും കൂടുതൽ നെഗ്ലിജന്റ് ആകുന്ന ഒരു ഏരിയ ആണ്. ഏതൊരു സംരംഭകനും ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാള് ഒരു അസംഷൻ അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷന്റെ മേലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റ് അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ പറയും യു ഡു ദിസ് ഡു ദാറ്റ് എന്ന് റിസർച്ച് ചെയ്യാനൊക്കെ പറയും. ബട്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ഒരാൾ അവിടെ സക്സസ് ആയി, അത് കണ്ടിട്ട് ഇപ്പുറത്ത് അതേപോലെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ ബിസിനസ്സിനും അതിൻ്റെതായ ഒരു USP ഉണ്ട്, ഒരു മാർക്കറ്റ് ഉണ്ട്, ഒരു ഓഡിയൻസ് ഉണ്ട്, ഒരു കൺസ്യൂമർ സൈക്കോളജി ഉണ്ട്, ഒരു മാർക്കറ്റ് നീഡ് ഉണ്ട്, പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്, പ്രൊഡക്റ്റ് പ്രൈസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, കസ്റ്റമർ റീറ്റൻഷൻ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അതിനകത്ത്. ഇതൊന്നും അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മളുടെ ലോജിക് ഉപയോഗിച്ച്, കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പിന്നെ കുറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി മേക്ക് എ ഗുഡ് പ്ലാൻ, എ ബിസിനസ് പ്ലാൻ. ഓക്കെ, പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഞാൻ കണ്ടിട്ടുള്ളത് അവർ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്ന പ്രോസസ്സ് സ്കിപ്പ് ചെയ്യും. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി കുറെ കഴിയുമ്പോഴാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വി ആർ ഇൻ റോങ് ട്രാക്ക് എന്നുള്ളത്. അപ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരിക്കും, നമ്മളുടെ ഒരുപാട് കാശ് പോയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കും ഉണ്ട്. 2017 ഞാൻ ഇന്ത്യൻ നേവിയിൽ നിന്ന് റിട്ടയർ ആയിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഡോർ ടു സിനിമ എന്ന് പറയുന്ന പ്രൊജക്റ്റ് ആയിരുന്നു. സോ അന്ന് ഞങ്ങൾ കണ്ടത് സിനിമയിലേക്ക് പോകാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ടാലന്റ് ഹണ്ട് പോലത്തെ ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഒരുപാടുണ്ട്. അപ്പൊ സിനിമയിലേക്ക് പോകാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻട്രി സിസ്റ്റം ഇല്ല സിനിമയിലേക്ക്. അതുകൂടാതെ സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിൽ പ്രൊജക്ട് മാനേജ്മെന്റ് ഭയങ്കര ടഫാണ്. അന്ന് ഈ കോർപ്പറേറ്റ് ലെവലില് പ്രൊഡ്യൂസിങ് പ്രോസസ് ഒക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം കോർപ്പറേറ്റ് ലെവലിലാണ് പോകുന്നത്. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ് ആണ് പ്രൊജക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഓക്കെ, മാനേജ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ ഒരുപാട് ടാലന്റ് ഉള്ള ആൾക്കാരുണ്ട്, എന്നാൽ അപ്പുറത്ത് ഒരുപാട് നല്ല കഥകൾ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ഫണ്ട് അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു നോക്കിയപ്പോൾ ഭയങ്കര സാധ്യതയുള്ള ഒരു മേഖലയായിട്ട് നമുക്ക് തോന്നി. അപ്പോ ഡോർ ടു സിനിമ എന്ന് പറയുന്ന പ്രൊജക്ട് ഞങ്ങള് ലിങ്ക്ഡിൻ പ്ലസ് നെറ്റ്ഫ്ലിക്സ് കൈൻഡ് ഓഫ് കൺസെപ്റ്റിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഒരാൾക്ക് ആക്ടിങ് പഠിക്കാനുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. ഓഫ്ലൈൻ വർക്ക്, അഭിനയ കളരികൾ നമ്മൾ ഒരു 7 ചെയ്തിട്ടുണ്ട്. പിന്നെ പിച്ച് ഡെക്കുകൾ, അതായത് ഡയറക്ടേഴ്സിന്റെ അടുത്ത് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് പിച്ച് ചെയ്യാം, അവരുടെ സ്റ്റോറി പിച്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ ലേ മെറിഡിയനിൽ മീറ്റ് യുവർ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ഇവന്റ് ചെയ്തിരുന്നു. അപ്പൊ അവിടെ ഒരു 80ഓളം സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് വന്നു, 10ഓളം ഡയറക്ടേഴ്സ് വന്നു. ഓൾറെഡി ഫിലിം ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഡയറക്ടേഴ്സ് വന്നു. അപ്പൊ ഇവര് വന്നിട്ട് അവരുടെ കഥ നമ്മൾ ആദ്യം ഫിൽട്ടർ ചെയ്തിട്ട് ഇന്ന ഡയറക്ടറുടെ അടുത്ത് ചെല്ലും. അപ്പൊ ഡയറക്ടർ ഇരുന്ന് കഥ കേൾക്കും. എന്നിട്ട് ആ കഥ നല്ല രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിന് മുന്നോട്ട് ഡിസ്കഷനിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒരു ഇവന്റ് ചെയ്തിരുന്നു. പിന്നെ അഗൈൻ അഭിനയ കളരികള്, ഓഡീഷൻസ്, ഫിലിം നടക്കുന്ന സമയത്ത് അവർ നമുക്ക് റിക്വയർമെന്റ് തരും. അപ്പൊ നമ്മൾ ഈ പറയുന്ന കാൻഡിഡേറ്റ്സിന്റെ അടുത്ത് പറയും ഇങ്ങനെ ഒരു ഓഡീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫിലിം മേക്കേഴ്സ് ആയിട്ട് ടൈ അപ്പ് ചെയ്യും. ഇവർ പോകുമ്പോൾ ഇവർക്ക് പ്രയോറിറ്റിയിൽ അവരുടെ ഓഡീഷൻ ചെയ്തിട്ട് തിരിച്ചു വരാം. പിന്നെ ടാലന്റ് മാച്ചിങ്, അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന ഒരു സിനിമാറ്റോഗ്രാഫർ വേണം, അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് വേണം. അപ്പൊ എക്യുപ്മെന്റ് ഹയറിങ്, പിന്നെ ലൊക്കേഷൻ സ്കൗട്ടിങ്, അതായത് എവിടെയെങ്കിലും ഒരു പെർട്ടിക്കുലർ സിനിമയ്ക്ക് ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ലൊക്കേഷൻ വേണം. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് ഒരു പ്ലാറ്റ്ഫോം. ഇൻ ദി എൻഡ് അത് ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ്, സ്വന്തമായിട്ടൊരു OTT പ്ലാറ്റ്ഫോം. അതിലൂടെ മൂവീസ് റിലീസ് ചെയ്യുക എന്നൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇത് 2018 ഓപ്പറേഷൻസ് 2017-18 ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഞങ്ങൾക്ക് അതോടൊപ്പം തന്നെ ക്രൗഡ് ഫണ്ടിങ്, അതായത് ഫിലിം മേക്കിങ്ങിന് ഫണ്ടില്ല എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പൊ ഫിലിം മേക്കിങ്ങിന് മാത്രം ക്രൗഡ് ഫണ്ടിങ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇന്ത്യയിൽ, വേൾഡിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോമും കൂടെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. ഈ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങളുടെ ഒരു വലിയൊരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു. ഞാനും എൻ്റെ പാർട്ട്ണറും ഞങ്ങളുടെ ഡിഫൻസിൽ നിന്ന് കിട്ടിയ എൻറ്റയർ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എല്ലാം ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു കമ്പനിയായിരുന്നു ഡോർ ടു സിനിമ എന്ന് പറയുന്നത്. ബട്ട്
സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ മാർക്കറ്റ് റിസർച്ച് പ്രോസസ്സ് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അത് ആ പ്രൊജക്ട് ഞങ്ങളുടെ ഫെയിൽ ആയിപ്പോയി. ഞങ്ങളുടെ എൻറ്റയർ ഫിനാൻഷ്യൽ സേവിങ്സ് ആ ഒരൊറ്റ പ്രൊജക്റ്റിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഞങ്ങൾ ലേറ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ആ പ്രൊജക്റ്റിൽ. ഒന്ന്, ഫിലിം മേക്കിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ക്രിയേറ്റീവ് വേൾഡ് ആണ്. അവിടെ ഒരു കോർപ്പറേറ്റ് ലെവലിൽ ഉള്ള മൈക്രോ ലെവൽ മാനേജ്മെന്റ് കൈൻഡ് ഓഫ് കൾച്ചർ കൊണ്ടുവരാൻ പറ്റില്ല. ബിക്കോസ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെ ഒരു എക്കോസിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ദേ വാണ്ട് ഓൾ ഫ്രീഡം ലൈഫ്. എന്നാലേ അവർക്ക് ആ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ മാനേജ്മെന്റ് വുഡ് ബി ടഫ്. രണ്ട്, പ്രൊജക്ട് മാനേജ്മെന്റ് ഫോർ ഫിനാൻഷ്യൽ പ്ലാനിങ് വരുന്ന സമയത്ത് പല രീതിയിലും കാൽക്കുലേഷൻസ് മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് ദേ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു സംതിങ് ലൈക്ക് അങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേണിലേക്ക് വരുന്നത് ഒരു ചലഞ്ചായിരുന്നു. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാ വീട്ടിലും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളുണ്ട്, അല്ലെങ്കിൽ പാരന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്നുള്ള ഒരു അസംഷനിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തുടങ്ങിയത്. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി പല ആൾക്കാരും മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും അങ്ങനെ അവർ ആക്റ്റീവ്ലി അതിനെ പെർസ്യൂ ചെയ്യുന്നില്ല. പെർസ്യൂ ചെയ്യാത്തതിന് പല പല റീസൺസ് ഉണ്ട്. ചിലർക്ക് നല്ല എക്സ്പീരിയൻസ് അല്ല കിട്ടുന്നത്, ചിലർക്ക് ടൈം ഇല്ല, ചിലരുടെ പ്രൊഫഷൻ അങ്ങനെ ചിലരുടെ ക്യാപ്പബിലിറ്റി ഇല്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ കുറെ ചലഞ്ചസ് നമുക്ക് മനസ്സിലായി. അങ്ങനെ നമുക്ക് 2-3 ഡിവിഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നെ ഈ മീറ്റ്യൂർ ഡയറക്ടർ എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായി അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് എന്നുള്ളത്. ഈ ഡയറക്ടർ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങാനും ആ കഥ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു ചെറിയൊരു ത്രെഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇയാളുടെ കഥ മോഷ്ടിച്ചു എന്ന് പറയുന്ന ഒരു എലിഗേഷൻ വരും. അപ്പൊ അതുകൊണ്ട് പരമാവധി ഡയറക്ടേഴ്സ് അതിൽ വരാതിരിക്കാൻ നോക്കി. പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. പിന്നെ ഫണ്ട് റേസിങ്ങിന്റെ പിന്നാലെ പോകുമ്പോൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് എന്ത് റിട്ടേൺ കിട്ടും എന്ന് പറയുന്ന ക്രൗഡ് ഫണ്ടിങ് കൺസെപ്റ്റിൽ എന്ത് റിട്ടേൺ കിട്ടും എന്നൊരു കാര്യം കൂടെ നമ്മൾ ആദ്യമേ പറയണം. അതായത് നിങ്ങൾ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പൊ അത് ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ഒരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ IT പ്രൊജക്ട് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഏൽപ്പിച്ച കമ്പനി എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അന്ന് ഏറ്റവും ആദ്യം മുകളിൽ വന്ന ഫസ്റ്റ് IT കമ്പനിയാണ് തന്നെയാണ് നമ്മൾ ആ പ്രൊജക്ട് ഏൽപ്പിച്ചത്. പക്ഷെ ആ കമ്പനിക്ക് ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നില്ല എന്ന് ഞങ്ങളുടെ ഒരു മോഡ്യൂൾ മാത്രമാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ചെയ്തു തരാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇത്രയും വലിയ ഒരു വിഷൻ ഉണ്ടായിരുന്നുകൊണ്ട് ആ ഒരു പ്രൊജക്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് ഒരുപാട് മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങൾക്ക് IT ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അവര് പ്രൊജക്ട് എടുത്ത് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് സംശയം, അതായത് ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്, ഇതിന് കൃത്യമായിട്ട് ഒരു പ്രോസസ് ഉണ്ട്. സോഫ്റ്റ്വെയർ SDLC എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. അപ്പൊ SDLC പറയുന്ന പ്രോസസ് അല്ലല്ലോ ഇവർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇത് പിന്നീട് ഫെയിൽ ആവില്ലേ, DB ഡാറ്റാബേസ് സ്ട്രക്ചർ ഒക്കെ മാറേണ്ടി വരില്ലെന്ന് ഞങ്ങൾക്ക് തന്നെ ആകെ കൺഫ്യൂഷനായി. അപ്പോൾ അത് അവരോട് സംസാരിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വലിയ ധാരണയില്ല. അപ്പോൾ ഇത് മുന്നോട്ട് പോയിട്ട് നിൽക്കും. അപ്പോഴത്തേക്കും ഞങ്ങൾ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത് ഏതാണ്ട് 1 വർഷം അപ്പോഴത്തേക്കും നടന്നു കഴിഞ്ഞിരുന്നു. ഒരുപാട് പൈസ അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റിനും ഒക്കെ ഞങ്ങൾക്ക് ഡെവലപ്മെന്റിനും റിസർച്ചിനും മാർക്കറ്റിങ്ങിനും ഒക്കെ പോയി. അപ്പോൾ ഇൻ ദി എൻഡ് വാട്ട് ഹാപ്പൻഡ് ഈസ് ആ പ്രൊജക്ട് അവിടെ നിന്നുപോയി. ബിക്കോസ് ഞങ്ങളുടെ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ബൈപ്പാസ് ചെയ്തു. നമുക്കെല്ലാം അറിയാം, നമ്മൾ അറിയുന്നതാണ് എല്ലാം എന്നുള്ള എല്ലാവർക്കും ഉള്ള, ഇപ്പൊ നിങ്ങളിലും ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പല ആൾക്കാർക്കും ഈ ഒരു ചിന്ത ഉണ്ടായിരിക്കും, എനിക്കറിയാം എൻ്റെ ബിസിനസ് എന്താണ്, എൻ്റെ ഐഡിയ എന്താണ്, എൻ്റെ ഐഡിയ യൂണീക്കാണ്, എനിക്കത് ആരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ചിന്തിച്ച് പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത് ഒരുപാട് ദൂരെ പോയിട്ടായിരിക്കും ഫെയിൽ ആവുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കത് ഫെയിൽ ആയപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് വലിയ ഒരു ടൈം പീരീഡും കുറെ മണിയുമാണ്. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് പെട്ടെന്ന് റീകവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം എന്തായാലും റീകവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ മണി അത്ര പെട്ടെന്ന് റീകവർ ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടും അല്ല ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത്. അത്രയും ഇൻവെസ്റ്റ്മെന്റ് വന്നു. ബട്ട് ആ പ്രൊജക്ട് അന്ന് നടന്നിരുന്നെങ്കിൽ ഈ കോവിഡ് വന്ന ടൈമിൽ അതൊരു 1 ഹിറ്റായി മാറിയേനെ. നമ്മളുടെ പേരിൽ ഒരു സ്വന്തം OTT ലൈവായി പോയേനെ, ലൈക്ക് ചാൻസസ്. ബട്ട് അത് നടന്നില്ല. ഓക്കെ, അപ്പോൾ ഈ മാർക്കറ്റ് റിസർച്ച് ചെയ്യാതെ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അവിടെ ഫെയിലിയർ വരാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. അപ്പൊ അങ്ങനെ പരാജയപ്പെട്ട നമ്മൾ അറിയുന്ന കുറച്ച് കമ്പനികളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കമ്പനികളാണ്.
ചെറിയ ചെറിയ ഒരു നെഗ്ലിജൻസിന്റെ പേരിലാണ് ഇവർക്കെല്ലാം ആ ഒരു പ്രൊജക്റ്റുകൾ കയ്യിൽ നിന്ന് പോയത്. പൂട്ടിപ്പോയ കമ്പനികളും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ശ്രമിക്കുന്നത് നിങ്ങളോടൊരു റിക്വസ്റ്റ് വെക്കാനാണ്. ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട്. സിനിമയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരിൽ 4-5 പേരാണ് ഒരു ആഗ്രഹിച്ച ലെവലിൽ എത്തുന്നത്. ബാക്കിയുള്ളവരെല്ലാം ആ ഡ്രീം ഉപേക്ഷിക്കേണ്ടി വരുന്നു. ഒരുപാട് പേര് മിസറബിളി ഫെയിൽ ആകുന്നുണ്ട്. ഫാമിലി നഷ്ടപ്പെട്ട ഒരുപാട് പേരെ എനിക്കറിയാം. വീട് വിൽക്കേണ്ടി വന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ജോലി നഷ്ടപ്പെട്ട ഒരുപാട് പേരെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ബിഫോർ യു സ്റ്റാർട്ട് ബിസിനസ് പ്ലീസ് ഡു പ്രോപ്പർ മാർക്കറ്റ് റിസർച്ച്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മുന്നിലേക്ക് പോയിട്ട് പല പല പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരും. ദാറ്റ് വിൽ ഒരു പക്ഷേ നിങ്ങളുടെ എൻറ്റയർ സ്റ്റെബിലിറ്റിനെ അത് ബാധിക്കും. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫാമിലി സ്റ്റെബിലിറ്റി, ഹെൽത്ത്, മെന്റൽ, ഇതിനെയൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഗ്രോത്ത് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഡേ 1 തൊട്ടിട്ട് ക്ലാരിറ്റി കൊണ്ടുവരാനും ആ ക്ലാരിറ്റിക്ക് പ്രകാരമുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ അസംഷൻസിന്റെ മേലെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയും എത്തില്ല. നമ്മളുടെ അസംഷൻ മാറിക്കൊണ്ടിരിക്കും, ചിന്തകൾ മാറും, പ്ലാൻസ് മാറും, നമ്മളുടെ എനർജി ലെവൽ മാറും. ഇതൊക്കെ മാറുമ്പോൾ നമ്മൾ എവിടെ എത്തില്ല. സോ വി ഷുഡ് ഹാവ് ക്ലിയർ ക്ലാരിറ്റി വേർ വി ആർ ഹെഡിങ് ടു. അതിന്റെ ഇൻപുട്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ നോളജ് ആണ്. നമ്മൾ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ ബ്രെയിൻ അറിയാത്തൊരു കാര്യം കണ്ണിന് കാണാൻ പറ്റില്ല എന്ന് പറയും. അതായത് നിങ്ങളൊരു വസ്തു കണ്ടു കഴിഞ്ഞാലും ആ വസ്തുവിനെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിന് അത് എന്താണെന്ന് ഓൾറെഡി അറിഞ്ഞിരിക്കണം. ആദ്യമായിട്ട് കാണുന്ന ഒരു സാധനം കാണുമ്പോൾ നമ്മൾ എന്താ മനസ്സിൽ വരിക? ഇതെന്താ എന്നല്ലേ നമ്മൾ ചോദിക്കുക. ഫസ്റ്റ് ടൈം നമ്മളൊരു സാധനം കാണുമ്പോൾ ഇതെന്താന്ന് ഓട്ടോമാറ്റിക്കലി വരും. അത് ബ്രെയിൻ ചോദിക്കുകയാണ്. ബ്രെയിനിന് അറിയില്ല വാട്ട് ഈസ് ദിസ്. കണ്ണ് എന്തോ ഇൻപുട്ട് കൊടുത്തു, പക്ഷെ ബ്രെയിനിന് അറിയില്ല വാട്ട് ഈസ് ദിസ് എന്നുള്ളത്. അപ്പോൾ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ചോദിക്കും ഇതെന്താന്നുള്ളത്. അപ്പോൾ നമ്മളത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യും ഇതാണ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന ഓരോ ഡിസിഷനും ഓരോ പ്ലാനിങ്ങും എല്ലാം നിങ്ങളുടെ ബ്രെയിനിലുള്ള ഡാറ്റ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഡാറ്റ ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സ്ട്രാറ്റജി ഒതുങ്ങിപ്പോവും. അല്ലെങ്കിൽ അത് ചെറിയൊരു നമ്മൾ വളരെ നാരോ മൈൻഡഡ് ആയിട്ട് ചിലപ്പോൾ അതിനെ തിങ്ക് ചെയ്ത് കളയും. ചിലപ്പോൾ അതിന് ഒരുപാട് സാധ്യത ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ അത് കാണാതെ പോകും. ഒരു പക്ഷെ നമ്മൾ പോകുന്നത് ഓൾറെഡി മാർക്കറ്റ് സാച്ചുറേറ്റ് ചെയ്ത രീതിയിലായിരിക്കാം. അവിടെ നമ്മൾ ഫെയിൽ ആവും. എൻ്റെ 1-2 സുഹൃത്തുക്കൾ ഇ-കൊമേഴ്സ് സ്റ്റാർട്ടപ്പ് ചെയ്ത ആൾക്കാരാണ്. ഞാൻ അന്ന് അവരോട് ഒരുപാട് വട്ടം പറഞ്ഞു, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാൻ എളുപ്പമാണ്. യു സ്റ്റാർട്ട് വിത്ത് സം റെഡിമെയ്ഡ് സൊല്യൂഷൻസ്. ട്രൈ ടു ഒരു യൂണീക് പ്രൊഡക്റ്റ് ഇല്ല, സോഫ്റ്റ്വെയർ ആണ് എല്ലാം എന്നും പറഞ്ഞൊരു 5-6 വർഷം പോയി, ഒരുപാട് കാശ് പോയി. പക്ഷെ ഒരു കസ്റ്റമറും ഇല്ല. പ്രൊഡക്റ്റിലാണെങ്കിൽ ബഗ് ആണെങ്കിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. സെയിൽസ് ഇല്ല. അങ്ങനെ അവരും ഒരുപാട് ടൈം ലൈഫിലെ സ്പോയിൽ ചെയ്തിട്ടുണ്ട്. മണി തീർച്ചയായിട്ടും, ഫാമിലി, പിന്നീട് കടം കയറി വരും. ഇത് തുടങ്ങി കഴിഞ്ഞാൽ നിർത്താനും പറ്റത്തില്ല. സോ മൈ റിക്വസ്റ്റ് ഈസ്, നിങ്ങളുടെ ബ്രെയിനിന് ഒരു ബിസിനസ് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് സക്സസ് ആക്കാൻ വേണ്ടുന്ന ഇൻഫർമേഷൻ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബ്രെയിനിനെ ഫീഡ് ചെയ്യുക. അതിന് ശേഷം മാത്രം എക്സിക്യൂഷനിലേക്ക് കിടക്കുക. യുവർ ഫസ്റ്റ് സിംഗിൾ റുപ്പി ഇൻവെസ്റ്റ്മെന്റ് should be on your knowledge, your research. Okay, so അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറച്ച് ദിവസത്തെ സീരീസ് ആയിട്ട് ചെയ്യുന്നത്. അതിന്റെ ഫസ്റ്റ് സെഷനാണ് ഇന്ന്. പരാജയപ്പെട്ട കുറച്ച് മാർക്കറ്റിംഗ് സ്റ്റോറീസും അതിനുശേഷം നമ്മൾ പിന്നീട് നാളെ മുതൽ കാണാൻ പോകുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് മാർക്കറ്റ് റിസർച്ച്. അതിനുള്ള ടെക്നോളജീസ് എന്തൊക്കെയാണ്, AI എങ്ങനെ ഉപയോഗിക്കാം, എന്തൊക്കെ ഫ്രെയിം വർക്ക്സ് ആണ് മാർക്കറ്റ് റിസർച്ചിൽ വേണ്ടത്, ആ മാർക്കറ്റ് റിസർച്ചിന്റെ ഇൻപുട്സ് നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്ത് ഒരു ബിസിനസ് പ്ലാനിലേക്ക് കൊണ്ടുപോകാം, ഇതൊക്കെ നമ്മൾ സീക്വൻസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. സോ വി വിൽ സീ സം ഫെയിലിയർ സ്റ്റോറീസ് because of not doing proper market research. So I hope you can see my screen. Yeah. So market research parajayangal. So that is the topic we are covering today. And
മാർക്കറ്റ് റിസർച്ച് ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് എ കമ്പനീസ് ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റബിലിറ്റി. മാർക്കറ്റ് റിസർച്ച് കൃത്യമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ ഗ്രോത്തും പ്രോഫിറ്റബിലിറ്റി നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അസംഷൻ ഒരു പക്ഷെ ശരിയാണെങ്കിൽ നിങ്ങൾ റിസർച്ച് ചെയ്ത് നിങ്ങൾ ഫൈൻഡ് ചെയ്യുന്ന അതിനകത്ത് എന്തെങ്കിലും ഒരു പിവോട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്, ഒരു ഫോക്കസ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനെ ആഞ്ഞടിച്ച് കൂടുതൽ നിങ്ങൾ വിചാരിച്ചതിനേക്കാളും വലിയ സക്സസിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷെ മാർക്കറ്റ് റിസർച്ച് നിങ്ങൾ പ്രോപ്പറായിട്ടല്ല ചെയ്തതെങ്കിൽ അത് ഫെയിലിയറിലേക്കും പോകും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന സ്റ്റോറി എന്ന് പറയുന്നത് മാർക്കറ്റ് റിസർച്ച് ചെയ്തതിന് ശേഷവും ഫെയിലായ ഒരു സ്റ്റോറിയാണ്. എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു ചെറിയ രീതിയിൽ ചെയ്യേണ്ട ഒരു കാര്യം. ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് റിസോഴ്സസിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ലിമിറ്റഡ് പീപ്പിൾ, ലിമിറ്റഡ് പ്രൊഡക്ട്സ്, ലിമിറ്റഡ് ജിയോഗ്രഫിക്കൽ തിങ്സ്, ലിമിറ്റഡ് ഫീച്ചേഴ്സ്, അങ്ങനെയല്ല ചെയ്യേണ്ടത്. വളരെ ബ്രോഡായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. നമ്മൾക്ക് ചുറ്റിനുമുള്ള കൺസ്യൂമേഴ്സിന്റെ അടുത്തേക്ക് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അവർ വാങ്ങുമോ ഇല്ലയോ, അവർ എന്തിനു വാങ്ങണം, എങ്ങനെ വാങ്ങും, എത്ര രൂപ അവർ മാറ്റി വെക്കും, അത് അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള കാര്യമാണോ, അതോ ലക്ഷറി ലിസ്റ്റിലാണോ, അതോ അവർക്ക് അതിൻ്റെ ആവശ്യം ഇല്ല അങ്ങനെയാണോ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് മാർക്കറ്റ് റിസർച്ചിൽ അച്ചീവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൊക്കോകോളയുടെ ഒരു സ്റ്റോറി കേൾക്കാം. കോക്കിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാം. കൊക്കോകോള എന്ന് പറഞ്ഞ വേൾഡില് നമ്പർ 1 സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനിയാണ്. സോ ഇവര് കൊക്കോകോളയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാം, ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടേസ്റ്റ് ആണ് അതിന്റെ. അത് തന്നെയാണ് അവരുടെ മെയിൻ USP എന്ന് പറയുന്നതും. ഇവര് 1985 ഒരു മധുരമുള്ള കൊക്കോകോള അവതരിപ്പിച്ചു. അപ്പൊ ഇവര് ഇത് ന്യൂ കോക്ക് മാർക്കറ്റിൽ കൊണ്ടുവരുന്നതിന് മുന്നേ ഇവര് മാർക്കറ്റ് സ്റ്റഡി ചെയ്തിരുന്നു. ഇവര് കുറെ ആൾക്കാരെ വിളിച്ച് കുറെ സ്വീറ്റ് ആയിട്ടുള്ള ആ ന്യൂ കോക്ക് കൊടുത്തു. അവരത് കുടിച്ചു, അവര് ഹാപ്പിയാണ്, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടി. അപ്പൊ അവര് വിചാരിച്ചു ഇത് നല്ല രീതിയിൽ മാർക്കറ്റിൽ പോവാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവര് ഇതിനെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തു. പക്ഷേ അവർ വിചാരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനങ്ങൾക്ക് വേണ്ടത് ആ പഴയ കോക്ക് തന്നെയായിരുന്നു. ഈ മധുരവെള്ളം അവർക്ക് ആഗ്രഹം ഉണ്ടായില്ല, മീൻസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിനോട് സിമിലർ ആയിട്ട് മറ്റൊരു ക്യാമ്പയിൻ പിന്നീട് ഒരു കാലഘട്ടത്തില് 90s പെപ്സി ചെയ്തിരുന്നു. ക്രിസ്റ്റൽ പെപ്സി എന്ന് പറഞ്ഞിട്ട് ഒരു പെപ്സിക്ക് വേറൊരു വേരിയന്റ് ഉണ്ടായിരുന്നു. ക്രിസ്റ്റൽ പെപ്സി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ക്രിസ്റ്റൽ, അതായത് പ്യുവർ വാട്ടർ. ഇപ്പൊ പെപ്സിക്ക് അറിയാലോ കളറാണ്, ബ്ലാക്ക് കളർ ഉണ്ട്. പക്ഷെ ക്രിസ്റ്റൽ പെപ്സിക്ക് കളറില്ല, പച്ചവെള്ളം പോലെയാണ്. അപ്പോ ക്രിസ്റ്റൽ പെപ്സി ഇറങ്ങിയപ്പോ അത് ഒരു ഹെൽത്തി ഡ്രിങ്ക് എന്നുള്ള രീതിയിൽ, അതും ഷുഗറൊക്കെ തന്നെയാണ്, അങ്ങനെ ഇറങ്ങി. അതും പക്ഷേ ആദ്യം ഒന്ന് കുറച്ച് ഹിറ്റ് ആയെങ്കിലും പിന്നീട് അത് ഭയങ്കരമായ മിസറബിൾ ഫെയിലിയറിലേക്ക് പോയി. എന്നിട്ട് ഇവര് തിരിച്ച് അതേ ഒരു ട്രാക്കിലേക്ക് തന്നെ വന്നു. അപ്പൊ ഈ കോക്ക്, ഈ മധുരമുള്ള കോക്ക് ഇറക്കിയപ്പോ ഏതാണ്ട് 2 മാസം കഴിഞ്ഞപ്പോ അവർക്ക് ഇത് നിർത്തിയിട്ട് പഴയ കോക്കിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വന്നു. അവിടെ അവര് മനസ്സിലാക്കാതെ പോയൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കുറച്ച് ആൾക്കാരിൽ അവരത് ടെസ്റ്റ് ചെയ്തപ്പോ ഇവര് കൊടുത്തത് കൊണ്ട് അവർ കുടിച്ചതിൽ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് അവർ അതിന്റെ ഫീഡ്ബാക്ക് തന്നു. അവര് വിചാരിച്ചു പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആണെന്നുള്ളത്. പക്ഷെ ഇവര് കൊടുക്കാതെ മാർക്കറ്റിന്റെ ക്രേവിങ് എന്താണ് എന്ന് പറയുന്ന ഒരു ചോദ്യത്തില് ജനങ്ങൾക്ക് വേണ്ടത് പഴയ കോക്ക് തന്നെയായിരുന്നു. ഇപ്പോഴും നമ്മൾ ഒരു ബേക്കറിയിലോ ഹോട്ടലിലോ കൂൾ ഡ്രിങ്ക് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ വായിലൊരു ടേസ്റ്റ് ഉണ്ട്. ഈ കോക്ക് വേണം എന്ന് പറയുമ്പോൾ തന്നെ ആ ടേസ്റ്റ് നമുക്ക് മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ടാണ് ആ പ്രൊഡക്റ്റ് നമ്മളുടെ കയ്യിലേക്ക് വരുന്നത്. സോ വി ആർ മെന്റലി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. പക്ഷെ ഈ ഒരു മധുരമുള്ള കോക്ക് വന്നപ്പോൾ പീപ്പിൾ വെർ നോട്ട് പ്രിപ്പയർഡ് ഫോർ ദിസ്. ആൻഡ് മധുരം എല്ലാവർക്കും ഇഷ്ടമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ട്. സീരിയസ് ആയിട്ട് ഇങ്ങനെ കൂൾ ഡ്രിങ്ക്സ് കഴിക്കുന്ന ആൾക്കാർ, അങ്ങനെ അവർക്ക് മധുരത്തെക്കാൾ ഉപരി അവർക്ക് വേണ്ടത് ആ ഒരു ഫീലാണ്. അപ്പൊ അവിടെ കോക്കിന്റെ പൊസിഷനിങ് ഡിഫറെന്റ്. ഇപ്പൊ നിങ്ങൾ മിറിൻഡ, ഫാൻഡ, 7 Up ഒക്കെ എടുത്ത് അതിന്റെ പൊസിഷനിങ് ഡിഫറെന്റാണ്. അത് വേറെ തന്നെ യൂസ് കേസ് ആണ് അതിന്റെ എല്ലാം.
അപ്പൊ അങ്ങനെ ഒരു ഫെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ന്യൂ കോക്ക് അല്ലെങ്കിൽ സ്വീറ്റ് കോക്ക് എന്ന് പറയുന്ന ഈ ഒരു കോക്ക്. അപ്പൊ നാളെ ഇപ്പൊ നിങ്ങൾ നമ്മുടെ നാട്ടിൽ നീര എന്ന് പറഞ്ഞ ഒരു ഡ്രിങ്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ന്യൂസ് വാല്യൂ ഒക്കെ വന്ന് ഒരുപാട് ചർച്ചയായ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു നീര. പക്ഷെ നീരയും വിചാരിച്ച അത്രയും മുന്നോട്ട് പോയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് നീര വളരെ അധികം, നീരയ്ക്ക് മധുരം വളരെ കൂടുതലായിരുന്നു. ഒരാൾക്ക് കൺസ്യൂം ചെയ്യാൻ അത്രയും ഷുഗർ ഉണ്ടോ, ആഡഡ് ഷുഗർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് സംവേർ നീരയ്ക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു മാർക്കറ്റിൽ, ബട്ട് ദേ കുഡ് നോട്ട് റീച്ച് വേർ ദേ എക്സ്പെക്റ്റഡ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് കൊഡാക്ക്. ഇപ്പൊ ഞാനൊക്കെ എൻ്റെ ആദ്യത്തെ ക്യാമറ കൊഡാക്ക് ആയിരുന്നു. ഒരിക്കലും ചിന്തിക്കാൻ പറ്റിയില്ല. അതായത് ഞാൻ ടീനേജിലാണ് ഞാൻ ആദ്യമായിട്ട് കൊഡാക്ക് വാങ്ങുന്നത്. ഒരു കുറച്ച് പ്രായം ചെന്ന് വന്നപ്പോൾ കൊഡാക്ക് മാർക്കറ്റിലില്ല, കാനോൺ ആൻഡ് നിക്കോൺ ആണ് റൂൾ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു സാധനം ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കൊഡാക്ക് എവിടെ പോയി? കാരണം ആദ്യത്തെ ക്യാമറ കൊഡാക്ക്, ആദ്യത്തെ 1-2 ക്യാമറ കൊഡാക്ക് ആയിരുന്നു. ഈ കൊഡാക്ക് എന്ന് പറയുന്നത് 1970s, അതായത് ഒരുപാട് മുന്നേ തന്നെ ഇവർ ഡിജിറ്റൽ, അതായത് ഫിലിമിലേക്ക് പിക്ചർ സ്റ്റോർ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഇവര് മാറ്റി ഡിജിറ്റൽ പ്രിന്റിങ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പണ്ടേ തന്നെ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഇവർ ആ മെഷീൻ ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കൊഡാക്ക്. പക്ഷെ അവര് വിചാരിച്ചു മാർക്കറ്റിന് ആവശ്യം ഫിലിമാണ്, കൊഡാക്ക് ഫിലിം, ഫ്യൂജി ഫിലിം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പണ്ട് ഫിലിമൊക്കെ വാങ്ങുമായിരുന്നു, ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അപ്പൊ ആ ഫിലിമാണ് മാർക്കറ്റിന്റെ ആവശ്യം എന്നുള്ള രീതിയിൽ അവര് ഇതിനെ അവോയ്ഡ് ചെയ്തിട്ട് മറ്റേ ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തു. ആൻഡ് ഇവഞ്ച്വലി എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാം. കാനോൺ, നിക്കോൺ പോലുള്ള കമ്പനികൾ, സോണി, അങ്ങനെ പുതിയ ക്യാമറ മാനുഫാക്ചറിങ് കമ്പനീസ് ഡിജിറ്റലായി ഇപ്പൊ കൊഡാക്ക് ഇപ്പൊ ഉണ്ട്. പക്ഷെ അന്നത്തെ കൊഡാക്ക് ഓൾമോസ്റ്റ് ബാങ്ക്രപ്റ്റ് ആയി. ഒരു 2012 കൂടിയിട്ട് അവര് ഓൾമോസ്റ്റ് തീർന്നു. ഇവിടെ സംഭവിച്ചത് എന്താ? ഇവിടെ അവര് മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ, ടെക്നോളജിയും ഇൻവെൻഷനും ഒക്കെ ഇവർ ഓൾറെഡി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അതിനുള്ള കപ്പാസിറ്റി ഉള്ള കമ്പനി ആയിരുന്നു. അവരാ മാർക്കറ്റ് റിസർച്ച് ചെയ്യാതെ ഈ പണ്ട് നോക്കിയയ്ക്ക് സംഭവിച്ച പോലെ പീപ്പിൾ വിൽ ബൈ ദിസ് ഓൺലി എന്ന് പറയുന്ന ഒരു അസംഷനിൽ അവർ മറ്റേത് വിട്ട് കളഞ്ഞു. രണ്ടും പാരലലി അറ്റ്ലീസ്റ്റ് കൊണ്ടുപോയിരുന്നെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും സ്വിച്ച് ചെയ്യായിരുന്നു. പക്ഷെ അവരത് വിട്ടു. അതെന്തുകൊണ്ടാ? നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മൾ പറയുന്നതാണ് ശരി എന്നൊരു മൈൻഡ് സെറ്റോട് കൂട്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ മാർക്കറ്റിനെ, നമ്മുടെ ഓഡിയൻസിനെ കേൾക്കാതെ വരുന്ന സമയത്ത് വി ആർ ബൗണ്ട് ടു ലൂസ് മെനി തിങ്സ് ലൈക്ക് ദിസ്. നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്നതല്ല, അപ്പുറത്ത് ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ വലിയൊരു സംഭവം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോ ജനറേഷൻ സി, ജെൻസി, ന്യൂ ജനറേഷൻ പീപ്പിൾ, അവർ ടോട്ടലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഇന്ന് ട്രഡീഷണൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏതൊരു ബിസിനസ്സും ആ ജനറേഷൻ പർച്ചേസിങ് പവറിലേക്ക് വരുന്ന സമയത്ത് അവര് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്ന രീതിയിലേക്ക് വന്നേ പറ്റൂ. കാരണം അവർക്കൊരു പാറ്റേൺ ഉണ്ട്, അവർക്കൊരു ഹാബിറ്റ് ഫോർമേഷൻ നടന്നിട്ടുണ്ട്. അവർ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നത് അങ്ങനെയായിരിക്കും. നമ്മൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. കാരണം ഇവരൊക്കെ മാറി വരുന്നത് ജനറേഷനോടെ മാറി വരുന്നു, 1-2 ആൾക്കാരല്ല മാറി വരുന്നു. അപ്പൊ അതിലേക്കുള്ള പ്രിപ്പറേഷൻ നമ്മൾ ഇപ്പോഴേ ചെയ്യണം. അപ്പോ ഒരു ഓൺട്രപ്രനർ ഫോർ എവർ യങ് ആയിരിക്കണം, ഫോർ എവർ ടീച്ചബിൾ ആയിരിക്കണം, സെൽഫ് ലേണിംഗ് ഹാബിറ്റ് ഉള്ള ഒരാളായിരിക്കണം. മാർക്കറ്റ് റിസർച്ച് എന്നും അവന്റെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. എന്നാൽ മാത്രമേ അവന് നിലനിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് കൊഡാക്ക്. ദെൻ ഗൂഗിൾ ഗ്ലാസ് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പണ്ട് ഞാൻ ഗോവയിൽ ഉണ്ടായിരുന്ന സമയത്ത്, ഗോവയിലായിരുന്നു എൻ്റെ ഫസ്റ്റ് 10 years ഓഫ് ഇന്ത്യൻ നേവി സർവീസ്. അന്ന് ഈ ഹെൽമെറ്റിന്റെ ഉള്ളിൽ ലൈറ്റ്, മൈക്ക്, പിന്നെ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു ലൈറ്റിന് വേണ്ടിയിട്ട്, മൈക്ക് ഉണ്ടായിരുന്നു, സ്പീക്കർ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ അതിനൊരു ബാക്കിൽ ഒരു പൗച്ച് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അതിന്റെ വയറ് കയറ്റി വെക്കും. എപ്പോഴൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോകുന്നു അപ്പോഴൊക്കെ ആ വയർ നേരെ മൊബൈലിലേക്ക് കണക്ട് ചെയ്യും. മൊബൈലിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് ഹെൽമെറ്റിന്റെ ഉള്ളിൽ കേൾക്കാൻ പറ്റും, ടേക്ക് ലെഫ്റ്റ്, ടേക്ക് റൈറ്റ്. പാട്ട് കേൾക്കണമെങ്കിൽ പാട്ട് കേൾക്കാം. കോള് വന്നു കഴിഞ്ഞാൽ താഴെ ഒരു ബട്ടൺ ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കോള് പിക്ക് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റും.
രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ ആ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഹെൽമെറ്റിൽ ലൈറ്റ് ഉണ്ട്, ചെറിയ 2 LED ലൈറ്റ് ഉണ്ട്, ബ്ലൂ കളർ. അത് വെച്ചിട്ട് എനിക്ക് ചെറിയ നാവിഗേഷനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ഹെൽമെറ്റ് ഞാൻ ഉണ്ടാക്കി. ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു ഹെൽമെറ്റ് വാങ്ങിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് അതിൻ്റെ ഉള്ളിൽ വെച്ചു. അപ്പൊ അന്ന് എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഈ ഡിസ്പ്ലേയിൽ എനിക്ക് കാര്യങ്ങൾ, അതായത് ഈ മാപ്പും കാര്യങ്ങളും ഡിസ്പ്ലേയിൽ കിട്ടണം എന്നുള്ള ഒരു സംഭവം. പക്ഷെ അന്ന് അത് ഭയങ്കര, ചൈനയിലൊക്കെ അങ്ങനത്തെ പ്രൊഡക്ട്സ് എന്തൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. മാത്രമല്ല അതിന് ഇലക്ട്രോണിക്സ് നോളജ് ആവശ്യമാണ്. ഞാൻ ഇലക്ട്രോണിക് ഗൈ അല്ല. അങ്ങനെ കുറച്ച്. പക്ഷെ അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു, ഇപ്പൊ റെയ്ബാൻ്റെ വന്നിട്ടുണ്ട്. റെയ്ബാൻ്റെ പുതിയ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്, വേഫെയറർ മോഡലാന്ന് തോന്നുന്നു, വിത്ത് ക്യാമറ ആൻഡ് സ്പീക്കർ അല്ലാണ്ട് അതിനകത്ത്. പക്ഷേ ഗൂഗിൾ ലെൻസ് ഗൂഗിൾ ഗ്ലാസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണിന്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഈ അയൺമാൻ അല്ലെങ്കിൽ അവഞ്ചേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ വരുന്ന പോലെ അങ്ങനത്തെ ഒരു ടെക്നോളജിയാണ് ഗൂഗിൾ ഗ്ലാസ് എന്ന് പറയുന്നത്. വെരി വെരി ഇന്നോവേറ്റീവ്, അടിപൊളി സംഭവമാണ്. പക്ഷേ ഇതും മാർക്കറ്റിൽ വിചാരിച്ച പോലെ പോയില്ല. കാരണം ഇത് ഡെയിലി യൂസിൽ ഇത് ആരാ വാങ്ങുക? ഈ സാധനം വെച്ചിട്ട് ആരെങ്കിലും നടക്കുമോ? ഇവർക്ക് ഇതിന്റെ യൂസ് എന്താ? ഒരു ഫാന്റസി എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഒരു 1 ടൈം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. പക്ഷെ ഒരു റെഗുലർ യൂസിലേക്ക് ഈ പ്രൊഡക്റ്റ് പോകില്ല. അത് ഗൂഗിളിന് മനസ്സിലായപ്പോൾ സ്വാഭാവികമായും അവര് ആ 2015 കൂടിയിട്ട് അതിന്റെ സെയിൽസ് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഇത് ഫ്യൂച്ചറാണ്. വെർച്വൽ റിയാലിറ്റി, മെറ്റാവേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റ് ഇനിയും വരും. ഇതിന്റെ ഒരുപാട് ആപ്ലിക്കേഷൻ ലെവൽ വരും. പക്ഷേ ഇവരിത് ഇറക്കുന്ന സമയത്ത് ടെക്നോളജി ഈസ് ടു ഫാർ ആൻഡ് പീപ്പിൾ ഡസൻ നീഡ് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്. ചില ആൾക്കാർക്ക് ഇത് വേണം, അവർക്ക് ഒരു ലിമിറ്റഡ് യൂസ് അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റ്, ക്യൂരിയോസിറ്റി കില്ല് ചെയ്യാന്നൊരു നീഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് പിന്നെ മാർക്കറ്റിൽ നിന്ന് അഗെയിൻ ഷെൽഫിലേക്ക് കയറി. സോ ഇതും മാർക്കറ്റ് റിസർച്ച് കൃത്യമായിട്ട് നമ്മൾ ചെയ്യാതെ ഇറക്കിയ ഒരു പ്രൊഡക്റ്റിന്റെ ഭാവിയാണ് ഇത്, ഗൂഗിൾ ഗ്ലാസസ്. ദെൻ ടാറ്റ നാനോ. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാം അറിയാം. ഇത് വളരെ റെവല്യൂഷണറി അനൗൺസ്മെന്റ് ആയിരുന്നു. 1 ലക്ഷം രൂപയ്ക്ക് ഒരു കാർ, എല്ലാ വീട്ടിലും ഒരു കാർ. ഭയങ്കര എന്താ പറയുന്നത്, എല്ലാവരും ആഗ്രഹിച്ച രീതിയിലേക്ക് ഒരു സാധനം വരുന്നു എന്ന് കേട്ടപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ആൾക്കാർ ഇത് വാങ്ങാൻ മടിച്ചത് എന്തുകൊണ്ടായിരുന്നു? പുവർ മാൻസ് കാർ. അതായത് ഒന്ന്, ഈ റേറ്റ് കുറവാണ് എന്ന് ഇവർ മാർക്കറ്റ് ചെയ്ത് ഈ പ്രൊഡക്റ്റും കൊണ്ട് എവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതിനെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു നാനോയിൽ പോകുമ്പോൾ കിട്ടുന്നതിനേക്കാളും റെസ്പെക്ട് നിങ്ങളൊരു ബുള്ളറ്റിൽ പോയാൽ കിട്ടും. അതാണ് സൈക്കോളജി. ആൾക്കാർക്ക് വേണ്ടത് ആ ഒരു പ്രൈഡ്, ആ ഒരു ഫീല്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിചാരിക്കും അവന്റെ കാര്യം നടക്കും. ഇപ്പൊ മഴ വന്നു കഴിഞ്ഞാൽ മഴ നനയുണ്ടല്ലോ, ഫാമിലി ആയിട്ട് സഞ്ചരിക്കാലോ, കുറച്ച് പൈസ കൊടുത്താൽ പോരെ, ഇതൊക്കെ ശരിയാ. പക്ഷെ അവന് വേണ്ടത് അതല്ല. അവന് അത് വേണം എന്നുള്ളത് അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ അവന്റെ വീട്ടിൽ കാറുണ്ട് എന്നുള്ളത് കാണിക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹം തന്നെയാണ്. ആ കാറ് നല്ല കാറല്ല, ചീപ്പ് കാറാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവനൊരു കുറച്ചിലാണ്. ഈ സൈക്കോളജി കയറി കത്തി. അപ്പോൾ ആൾക്കാർ നാനോനെ കാണാൻ തുടങ്ങിയത് ചീപ്പായിട്ടുള്ള ഒരു കാറായിട്ടാണ്. എന്തുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വെറും 1 ലക്ഷം രൂപ ഓൺ റോഡ് ചിലപ്പോൾ 1.5 വന്നാലും എല്ലാ വീടുകളിലും ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിടുന്നത് നല്ലതല്ലേ? എന്തെങ്കിലും ഒരു ആവശ്യം യൂസ്ഫുൾ ആകുമല്ലോ. ഒന്നുമില്ലെങ്കിൽ ഈ തിരക്ക് കൂടിയ റോട്ടില് കുറച്ച് ചെറിയൊരു വണ്ടിയായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ബ്ലോക്കിനൊക്കെ അതിജീവിച്ച് പോകാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് വർക്ക് ചെയ്തില്ല. ഇതാണ് മാർക്കറ്റ് സൈക്കോളജിയുടെ ഒരു ഇമ്പോർട്ടൻസ്. നമ്മൾ കൃത്യമായിട്ട് മാർക്കറ്റിനെ സ്റ്റഡി ചെയ്തിട്ട് അത് ചെയ്തില്ലെങ്കിൽ, അതുകൊണ്ടാണ് പല കമ്പനികളും എപ്പോഴും പൈലറ്റ് റൺ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യും. പൈലറ്റ് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാസ് ഓഡിയൻസിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് ചെറിയൊരു മാർക്കറ്റ് ചൂസ് ചെയ്തിട്ട് അതിലേക്ക് മാത്രം പബ്ലിസിറ്റി കൊടുക്കാതെ ഇവർ സെല് ചെയ്യും. എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അവരത് മാസ് ഓഡിയൻസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്.
ഓക്കെ, അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് സക്സസ് ആയി കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഇമിറ്റേഷനിൽ വേറെ ഒരുപാട് പ്രൊഡക്റ്റുകൾ വരും. കാരണം അത് ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് പ്രൂവ് ചെയ്തു, ഇങ്ങനെ ഒരു സംഭവം നാട്ടിൽ ആൾക്കാർ വാങ്ങാൻ ചാൻസ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തു. അതിന്റെ കൂടെ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ആൾക്കാർ കൊണ്ടുവരും. ഓക്കെ, സോ ദാറ്റ്സ് എ സ്റ്റോറി ഓഫ് സ്ക്രീൻ കാണുന്നില്ലേ? ക്യാൻ യു സീ ദ സ്ക്രീൻ? ഓക്കെ, യാ. സോ അതാണ് ടാറ്റ നാനോന്റെ സ്റ്റോറി. ഇനി കിങ്ഫിഷർ ഫെയിൽ ആയത് വിജയ് മാല്യയുടെ കയ്യിൽ ഇരിപ്പുകൊണ്ടാണെന്ന് ആൾക്കാർ പൊതുവെ വിചാരിച്ചിരിക്കുന്നത്. ആയിരിക്കാം, അല്ലായിരിക്കാം. ബട്ട് കിങ്ഫിഷർ ഫെയിൽ ആകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കിങ്ഫിഷർ ഒരു പ്രീമിയം എയർ സർവീസ് ആയിരുന്നു. പ്രീമിയം എന്ന് പറഞ്ഞാൽ കിങ്ഫിഷറിന്റെ റേറ്റ് കൂടുതലാണ്, കിങ്ഫിഷറിൽ കിട്ടുന്ന സർവീസ് ബെറ്റർ ആണ്. അവര് എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എയർ ഹോസ്റ്റസിനെ അവര് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എയർ ഹോസ്റ്റസുകളുടെ സർവീസ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കിങ്ഫിഷർ അവരെ പൊസിഷൻ ചെയ്ത് പ്രീമിയം ലെവലിലേക്ക് കൊണ്ടുവന്നപ്പോ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ആസ് എ കൺട്രി വളരെ പ്രൈസ് സെൻസിറ്റീവ് ആണ്. ഇന്ത്യയിൽ റേറ്റ് കൂടിയ സാധനങ്ങൾ ഇപ്പോ ആൾക്കാർ റേറ്റ് ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ പൈസ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മാസ് ഓഡിയൻസ് ഓഫ് ദി കൺട്രി, മാസ് പോപ്പുലേഷൻ ഓഫ് ദി കൺട്രി ഈസ് സ്റ്റിൽ പ്രൈസ് സെൻസിറ്റീവ്. നിങ്ങളും പ്രൈസ് സെൻസിറ്റീവ് ആണ്, എവറിബഡി ഈസ് പ്രൈസ് സെൻസിറ്റീവ്. അപ്പോ ഈ എയർ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരോട് ശരിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു എയർ ഫ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിഫറൻസ്, എൻ്റെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരുടെയും പ്രിഫറൻസ് എന്ന് പറയുന്നത് എൻ്റെ ഇൻകമിനനുസരിച്ചിട്ട് ഇക്കോണമി ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു ലെവൽ വിട്ടിട്ട് എൻ്റെ ഇൻകം ഇത്ര എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് വന്നാലും ബിസിനസ് ക്ലാസ്സിൽ തന്നെ പോകും. അതും കഴിഞ്ഞ് എൻ്റെ ഒരു ഇൻകം അതിലും വലിയ ഒരു എമൗണ്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ മേ ബി ഒരു 10 crores up to 10 crores എൻ്റെ ഇൻകം നിൽക്കുന്ന സമയത്ത് ഐ വിൽ സ്റ്റിൽ പ്രിഫർ എക്കോണമി. 10 to 100 crore എന്ന് പറയുന്ന റേഞ്ചിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഐ വിൽ പ്രിഫർ ബിസിനസ്. മേ ബി 100 crores അല്ലെങ്കിൽ ഒരു 500 crores ലെവലിലേക്ക് മാറിക്കഴിഞ്ഞാൽ മേ ബി ഐ വിൽ പ്രിഫർ ചാർട്ടേഡ് ഫ്ലൈറ്റ്സ്. ഇത് കാരണം അത്രയും പൈസ സ്പെൻഡ് ചെയ്യണ്ട എവിടെയെങ്കിലും. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ജനങ്ങള് ഇന്ത്യയില് അതിനുശേഷം ഒരുപാട് വേറെ ഇവര് തന്നെ അതിന് എയർ ഡക്കാൻ ലോ പ്രൈസിലാണ് അവർ പിച്ച് ചെയ്തത്. ഭയങ്കര സക്സസ് ആയി മാറി. എയർ ഡക്കാൻ വലിയൊരു സക്സസ് സ്റ്റോറി ആയിട്ട് മാറിയത് ബിക്കോസ് അവരുടെ പ്രൈസിങ് അങ്ങനെയായിരുന്നു. പല എയർലൈൻസും ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ ഒരു ബഡ്ജറ്റ് കാറ്റഗറീസിലാണ്. അവിടെ ആളുണ്ട്, അതിനകത്ത് വലിയ ഫെസിലിറ്റി ഒന്നും ഉണ്ടാവില്ല. കയറി കഴിഞ്ഞ ഒരു KSRTCയിൽ പോകുന്ന ഫീലൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ. പക്ഷേ കാര്യം നടക്കും. നമുക്ക് ഇവിടുന്ന് ഡൽഹിക്ക് പോകണമെങ്കിൽ പോയിട്ട് വരാൻ പറ്റും. അതിനകത്ത് വലിയ ചെലവുണ്ടാവില്ല. ചിലപ്പോൾ ചില സ്ഥലങ്ങൾ ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ട്രെയിനിന് പോകുന്ന കാശിനേക്കാളും ഒരു 3000 രൂപ ട്രെയിനിന് നമുക്ക് ചിലവ് വരുന്നുണ്ടെങ്കിൽ അതൊരു 6000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റിൽ പോയിട്ട് വരാം. സോ അതാണ് ഒരു മാർക്കറ്റ്. ഫ്രീക്വന്റ് ആയിട്ട് ഫ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പ്രൈസ് അഗൈൻ ഒരു ചലഞ്ചാണ്. അവിടെയാണ് ആക്ച്വലി കിങ്ഫിഷറിന് ആൾക്കാർ കുറഞ്ഞു വന്നത്. പിന്നെ അവരുടെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എന്നാലും പ്രധാന റീസൺ ഇവർക്ക് ബുക്കിംഗ്സ് കുറഞ്ഞു വന്നു. അതുകൊണ്ടാണ് കിങ്ഫിഷർ നിർത്തേണ്ടി വന്നത്. ദെൻ വേറെ കുറച്ച് സ്റ്റോറീസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വർക്കീസ് അറിയാം. വർക്കീസ് പണ്ടൊക്കെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ വർക്കീസ് സൂപ്പർ മാർക്കറ്റ് അറിയുന്ന പല ആൾക്കാരുണ്ടായിരിക്കും. വർക്കീസ് സൂപ്പർ മാർക്കറ്റ് ആക്ച്വലി നല്ലൊരു സംഭവം. ഇന്ന് വർക്കീസ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ വർക്കീസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്തേനെ. പക്ഷെ ഇന്ന് വർക്കീസ് ഇല്ല. വർക്കീസ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ നാട്ടുകാർക്ക് എപ്പോഴും ഒരു പർച്ചേസ് ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് മാസ് ഓഡിയൻസിന്. ആ മൈൻഡ് സെറ്റിന്റെ പ്രശ്നം കൊണ്ട് ആൾക്കാർ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കൊണ്ട് AC, അത് നമുക്ക് പുറത്ത് തൊട്ടപ്പുറത്തെ പെട്ടിക്കടയിൽ കിട്ടുന്ന അതേ സാധനം ഒരു AC പോയിട്ട് വാങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് MRP രണ്ടും സെയിം ആണ്, നമുക്ക് കിട്ടുന്നതും ഒരേ വിലക്കാണ്. പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ അപ്പുറത്ത് പോയിട്ട് ഒരുപാട്
സ്പെൻഡ് ചെയ്ത ഒരു ഫീൽഡിലേക്കാണ് വരുന്നത്. സോ അങ്ങനെ ഒരു വിചാരിച്ച രീതിയിൽ അവർക്ക് വലിയൊരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതല്ലാതെ വേറെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു വർക്കേഴ്സിന്. പക്ഷേ ഈ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. ഡാബർ കേരളത്തിൽ ഹെൽത്ത് സ്റ്റോറുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് കേരളത്തിൻ്റെതായ കുറെ ആയുർവേദ ഷോപ്സ് ഉണ്ട്. നമ്മുടെ കോട്ടക്കില് അങ്ങനെ കുറെ തൈക്കാട്ട് മൂസ്, പിന്നെ അങ്ങനെ കുറെ നമുക്ക് നമ്മളുടേതായ ഔഷധി കുറെ ആയുർവേദ സെറ്റപ്സ് നമുക്കുണ്ട്. അപ്പൊ നമുക്ക് ആയുർവേദം എന്ന് പറഞ്ഞാൽ കോട്ടക്കൽ ആണ്, അല്ലെങ്കിൽ അതാണ് ഇതാണ്. ഇതിന്റെ ഇടയിൽ ഡാബറിന്റെ ഒരു സാധനം വരുമ്പോൾ ഡാബറിന് ഹണി ഉണ്ട്, ഡാബറിന് ആയുർവേദ പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷെ ഡാബറിന്റെ ആയുർവേദ പ്രൊഡക്ട്സിനെ നമ്മൾ കാണുന്നത് ആയുർവേദ കടയിലല്ല, സ്റ്റേഷനറി കടയിലോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലോ ആണ്. അത് നമ്മൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അപ്പോ ശരിക്കും ഡാബറിന്റെ ആയുർവേദ പ്രൊഡക്ട്സ് ആയുർവേദ ഷോപ്പുകൾ വേണമെങ്കിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളുടെ മൈൻഡ് സെറ്റ്, നമ്മൾ കോട്ടക്കൽ ആ ഒരു ടൈപ്പ് ഓഫ് മൈൻഡ് സെറ്റിലേക്കാണ് നമ്മൾ മലയാളികൾ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഡാബറിന്റെ റീറ്റെയിൽ ഹെൽത്ത് സ്റ്റോറിലേക്ക് അധികം ആൾക്കാർ വന്നില്ല. നമ്മുടെ പ്രിഫറൻസ് എപ്പോഴും തൊട്ടടുത്തുള്ള ആയുർവേദ മരുന്ന് കട എന്നുള്ള രീതിയിലേക്ക് മാറി. അവർക്കത് ചലഞ്ചായിരുന്നു. റിലയൻസ് ഫ്രഷ് വലിയൊരു ഞാനൊക്കെ സ്ഥിരം പോയിരുന്ന ഒരു ഇതാണ് റിലയൻസ് ഫ്രഷ്. വെജിറ്റബിൾസ് വാങ്ങണമെങ്കിൽ റിലയൻസ് ഫ്രഷ്. ബട്ട് അഗെയിൻ നമ്മളുടെ നാട്ടുകാരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, അത് വർക്ക്ഔട്ട് ചെയ്തു. ഇപ്പോഴും നമ്മൾ ഈ Tier 1 സിറ്റീസ്, ഇപ്പോൾ കൊച്ചിയിലും കാലിക്കറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്കാരൊക്കെ അങ്ങനത്തെ ഇത് മാത്രം പ്രിഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ആക്ച്വലി സ്പീക്കിംഗ് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ റോഡ് സൈഡ് കച്ചവടം തന്നെയാണ്. ഫിഷ് കൊടുക്കുന്ന ഒരുപാട് നല്ല നല്ല ഷോപ്സ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്, ഫുൾ AC ഒക്കെ ഇട്ട് നല്ല അടിപൊളി സെറ്റപ്പിൽ കൊടുക്കുന്നത്. ബട്ട് നമുക്ക് ആ റോഡ് സൈഡിൽ കിട്ടുന്ന മീൻ വാങ്ങിയിട്ട് സഞ്ചി തൂക്കിയിട്ട് വീട്ടിൽ പോകുന്നതാണ് ശീലം. അപ്പൊ അതൊരു വലിയ ചലഞ്ചാണ്. മാവേലി സ്റ്റോറിൽ പ്രൊഡക്റ്റ് വില കുറച്ചിട്ട് കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും പാക്കേജ്ഡ് ആയിട്ട് മാറിയപ്പോൾ, അതായത് നമ്മൾ പോയിട്ട് മുളക് പൊടി വാങ്ങുമ്പോൾ മുളക് പൊടി ഒരു സ്റ്റിക്കറൊന്നും ഇല്ലാത്തൊരു കവറിൽ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയിട്ട് തരുന്ന ആ മുളക് പൊടിയിൽ നിന്ന് അതേ വിലക്ക് പാക്കേജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വേണ്ട, ആൾക്കാർക്ക് മറ്റേത് മതി. കാരണം മാവേലി സ്റ്റോറിലേക്ക് പോകുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരാ. ചലഞ്ച് വി സ്റ്റാറിന്റെ ഹൈ ഫാഷൻ എന്ന് പറയുന്നത്, നമ്മൾ മലയാളികൾ ഇന്നും എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പറഞ്ഞാലും ഒരു ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ് ഇട്ട് നടക്കുന്ന ഒരു വ്യക്തിനെ എന്താ ഒരു ഭയങ്കര മോഡേൺ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഇത് കുറെ കാലം മുന്നത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരുണ്ട്, അവർ പോയിട്ട് സെലക്റ്റീവ് ആയിട്ട് വാങ്ങും. പക്ഷെ ഒരു ബിസിനസ്സിന് അതിൽ നിന്ന് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് വാക്കിൻസ് കിട്ടുമോ, അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന അത്രയും വാക്കിൻസ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വേർ ദ ഷോപ്പ് ഈസ് ലൊക്കേറ്റഡ്. ചിലപ്പോ ഒരു റിച്ച് ക്ലാസ്സിലൊക്കെ കുറെ ആൾക്കാർ, ഇപ്പൊ നമ്മുടെ എറണാകുളത്ത് പനമ്പള്ളി നഗർ പൊതുവെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സ്പേസ് ആണ്. അവിടെ പോയിട്ട് ഒരു ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വന്നുവന്നിരിക്കാം. പക്ഷെ ആ ഷോപ്പ് അവിടെ നിന്ന് മാറിയിട്ട് ഒരു തൃപ്പൂണിത്തുറ സൈഡിലേക്ക് വന്നു, ആൾക്കാർ വരാൻ ചാൻസ് കുറവാണ്. കാക്കനാട് ചിലപ്പോൾ വരുമായിരിക്കാം, അതും കാക്കനാടിന്റെ ഏത് ലൊക്കേഷനിലാണ്. കളമശ്ശേരി ആരും വരത്തില്ല. അപ്പോൾ ഓരോ സ്ഥലത്തിനും ഓരോ ജിയോഗ്രഫിക്കലി, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എല്ലായിടത്തും സ്റ്റുഡിയോ വരുന്നുണ്ട്, എല്ലായിടത്തും മാക്സ് വരുന്നുണ്ട്. നിങ്ങൾക്കറിയോ ഇതെല്ലാം സ്റ്റഡി ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ സോഫ്റ്റ്വെയറുകൾ പ്രകാരം ഇവർക്ക് അറിയാനായിട്ട് സാധിക്കും എവിടെയാണ് ഡെൻസിറ്റി കൂടുതൽ, എവിടെയാണ് ഏറ്റവും കൂടുതൽ പണമുള്ള ആൾക്കാർ. ഈ പണമുള്ള ആൾക്കാരെ അവർ ഐഡന്റിഫൈ ചെയ്യുന്നത് അവരുടെ പർച്ചേസ് ബിഹേവിയറും അവരുടെ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ഹോൾഡിങ്ങും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ. കാരണം ഈ ഡാറ്റ എല്ലാം കുറെ പബ്ലിക്കലി അവൈലബിൾ ആണ്. അപ്പൊ ഇത് മാത്രം ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിൽ നോക്കി അറിയാൻ പറ്റും ഇപ്പൊ എറണാകുളത്ത് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള സ്ഥലം ഏതാണ്, ഇവിടെ ഈ പൊസിഷനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ വാങ്ങാൻ ആൾക്കാർ വരുമോ ഇല്ലയോ. ഇതൊക്കെ അവർക്ക് ഇത് അറിഞ്ഞിട്ടാണ് ഈ ടാറ്റ പോലുള്ള കമ്പനികൾ അല്ലെങ്കിൽ ഈ ഇതുപോലുള്ള വലിയ വലിയ റീറ്റെയിൽ ചെയിൻസ് ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വെറുതെ കയറിയിട്ട് ഇപ്പൊ ഞാൻ റീസെന്റ് ഹിൽ പാലസ്, എവിടെ ഹിൽ പാലസ് നിങ്ങൾക്ക് അറിയായിരിക്കും, തൃപ്പൂണിത്തുറ ഹിൽ പാലസിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഷെയ്ക്കിന്റെ കടയാണ്, ഷെയ്ക്ക് ജ്യൂസ് ഒക്കെ കൊടുക്കുന്ന ഒരു കടയുണ്ട്. അത് ഒന്നാമതൊരു വളവാണ്. ആ വളവില് ഒരാൾക്കും വണ്ടി നിർത്താൻ പറ്റില്ല, അവിടെ പാർക്കിംഗ് സ്പേസ് ഇല്ല. ബൈക്ക് നിർത്തണമെങ്കിൽ തന്നെ റോഡ് ഭയങ്കര ഹൈറ്റ് കൂടിയിട്ടാണ്. അപ്പോൾ അവിടെ ബൈക്ക് നിർത്തണമെങ്കിൽ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ആ വഴിയിലൂടെ നടന്നു പോകുന്ന ഒരാൾ മാത്രമേ അതിനകത്തേക്ക് കയറാൻ ചാൻസ് ഉള്ളൂ.
ആ വഴിയിലൂടെ നടന്നു പോകേണ്ട ആവശ്യം അവിടെ ആർക്കും ഇല്ല. കാരണം അവിടെ നമ്പർ ഓഫ് വീടുകൾ കുറവാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് കുറച്ച് അപ്പുറത്താണ്, ഇപ്പുറത്താണെങ്കിൽ ബസ് സ്റ്റോപ്പ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് ആ കട വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് പൂട്ടിപ്പോകുമെന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ഇതാണ് മാർക്കറ്റ് റിസർച്ചിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ട് മാർക്കറ്റ് റിസർച്ച് ചെയ്യാതെയാണ് നമ്മൾ ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ വി ആർ ടേക്കിംഗ് എ വെരി ബിഗ് റിസ്ക്. സോ ബിഗ് ഓർ സ്മോൾ, നെവർ ടേക്ക് ആക്ഷൻ വിത്തൗട്ട് ഡൂയിങ് മാർക്കറ്റ് റിസർച്ച്. നമ്മളിപ്പോ പഠിക്കാനായിട്ട് പോവാണ്, എന്തെങ്കിലും ഒരു കോഴ്സ് എടുക്കാൻ പോവാണ്, നമ്മൾ സ്റ്റഡി ചെയ്യില്ലേ? നമ്മളൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, നമ്മൾ എത്ര സ്റ്റഡി ചെയ്യും? നമ്മൾ എബ്രോഡ് സ്റ്റഡീസിന് പോവാണ്, നമ്മൾ അന്വേഷിക്കും നമ്മൾ പോകുന്ന സ്ഥാപനവും അപ്പുറത്ത് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്, ഏത് കൺട്രിയിലേക്കാണ് പോകുന്നത്, ഇതെല്ലാം നമ്മൾ സ്റ്റഡി ചെയ്യും. ദെൻ വൈ നോട്ട് വെൻ വി സ്റ്റാർട്ട് എ ബിസിനസ്? എന്തുകൊണ്ട് നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ ഇത് സ്റ്റഡി ചെയ്യുന്നില്ല, റിസർച്ച് ചെയ്യുന്നില്ല? ബിക്കോസ് വി തിങ്ക്, നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഇതെല്ലാം അറിയാം എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ. അതെന്തോ ഒരു കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് ആണ്, മൈൻഡ് സെറ്റ് പ്രോബ്ലം ആണ്. അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് നിങ്ങളൊന്ന് പുറത്തിറങ്ങി സ്റ്റഡി ചെയ്ത് പഠിച്ചിട്ട് ഒരു ബിസിനസ് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് നോക്കും. യു വിൽ ഗെറ്റ് ബ്യൂട്ടിഫുൾ റിസൾട്ട്സ്. ഓക്കെ. ആൻഡ് അത് കൂടാതെ നിങ്ങൾക്ക് മനസ്സിലാവും ജനങ്ങൾക്ക് എന്താ വേണ്ടത്, എങ്ങനെ കൊടുത്താൽ ആൾക്കാർ വാങ്ങും. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ല. നിങ്ങൾ കൊടുത്താൽ എന്തും കണ്ണടച്ചു വാങ്ങുന്ന ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളുടെ റിലേറ്റീവ്സ് അല്ല, നിങ്ങളുടെ ഫാമിലി അല്ല, നിങ്ങൾ അതല്ലാതെയുള്ള ആൾക്കാരിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കണം. സോ ഹൗ ടു റീച്ച് ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ, എങ്ങനെ മാർക്കറ്റ് സർവേ ചെയ്യാം, മാർക്കറ്റ് റിസർച്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ വരുന്ന സെഷൻസിൽ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്. ഓക്കെ, താങ്ക് യു.